സാലി എനപ്പോയുടെ ഇന്റർനാഷണൽ ക്യാമ്പസിൽ MBBS പ്രോഗ്രാംസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പോകുന്ന കുട്ടികൾക്ക് MBBS പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ച് ഡൗട്ട്സ് വരുന്നുണ്ട്. അത് നമുക്കിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയും എയർപോർട്ടും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട്? അതായത് ഏതൊരു ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് എയർപോർട്ടും യൂണിവേഴ്സിറ്റി എല്ലാം വരുന്നത്. എന്നാൽ പോലും 20 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് എയർപോർട്ടിൽ നിന്നും. പിന്നെ ഹോസ്റ്റലിലോട്ടാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അത് അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. എല്ലാ സമയത്തും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു കൺട്രി സേഫ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ്, കൺട്രീനെ കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുക? ഈ കൺട്രി എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞല്ലോ ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് വരുന്നത്. അതുപോലെ അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കിർഗിസ് ലാംഗ്വേജ് ആണ്. അവിടുത്തെ കറൻസി കിർഗിസ്ഥാനി സോമാണ്. ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ കറൻസിയുമായിട്ട് സാമ്യമുള്ളൊരു ഇവിടുത്തെ അതേ വാല്യൂ തന്നെയാണ് അവിടെ. ലിവിംഗ് കോസ്റ്റ് ഒക്കെയോ? ലിവിംഗ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെ തന്നെ മിനിമലായിട്ട് ജീവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവർ സേഫ് ആണ്. കാരണം അവിടുത്തെ ലോക്കൽ ആളുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ ഒരു കൾച്ചർ അതാണ്. ഇന്ത്യൻസിനെ ഭയങ്കരമായിട്ട് വെൽക്കമിങ് ചെയ്യുന്ന ആളുകളും കൂടിയാണ് ഈ കിർഗിസ്ഥാനിലെ ലോക്കൽ പീപ്പിൾസ്. സോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻസ് ഒന്നും വേണ്ടല്ലേ? ഇല്ല. പിന്നെ അവിടുത്തെ ക്രൈം റേറ്റ്സ് ആണെങ്കിലും 0 ക്രൈം റേറ്റ്സ് ആണ്. ഇപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് നേരെയോ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് നേരെയോ ഒന്നും ഒരു കുറ്റകൃത്യങ്ങളൊന്നും ഇതുവരെ ഫയൽ ചെയ്യാത്തൊരു കൺട്രിയും കൂടിയാണ്. പിന്നെ അവിടെ പോകുന്ന കുട്ടികൾക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിക്കണമെന്നുള്ളതാണ്. അവിടെ ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്നുള്ളതാണ്. അത് നിർബന്ധമാണോ പഠിക്കണം എന്നുള്ളത്? അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് MBBS പഠിക്കാനായിട്ട് കിർഗിസ്ഥാൻ എന്നല്ല ഏതൊരു കൺട്രിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ആ കൺട്രിയിലെ ലോക്കൽ ലാംഗ്വേജ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് സമയത്ത് അവർ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത് ആ രാജ്യത്തെ ലോക്കൽ ആളുകളുമായിട്ടാണ്, പേഷ്യൻസുമായിട്ടാണ്. അപ്പോൾ അവരുമായിട്ടൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഫസ്റ്റ് ഇയറിൽ മുതൽ തന്നെ ഈ ലാംഗ്വേജിനൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. സെക്കൻഡ് സെമസ്റ്റർ മുതൽ തന്നെ ഇവർക്ക് ഈ ലാംഗ്വേജിനായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കും. അപ്പോൾ 6th ഇയർ ആകുമ്പോഴേക്കും അവരത് ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചിരിക്കും. അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. ഇവർക്കൊരു പേഷ്യൻസുമായിട്ടൊരു ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഡ്യൂറേഷനും പിന്നെ ഇന്റർനാഷണൽ നമ്മളിപ്പോൾ കിർഗിസ്ഥാനിലെ കോഴ്സ് ഡ്യൂറേഷൻ തമ്മിൽ ഡിഫറൻസ് വരുന്നല്ലോ, അതെങ്ങനെയാണ്? അതായത് ടോട്ടൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ 5.5 ഇയേഴ്സ് ആണ് ഒരു MBBS കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഡ്യൂറേഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ 6 ഇയേഴ്സ് വരും. 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ കംപ്ലീറ്റ് ഇന്റേൺഷിപ്പുമാണ് കിർഗിസ്ഥാനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്നത് കുട്ടികൾക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ? അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ഉണ്ട്, അതുപോലെ വോളിബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റും. അതുപോലെ ബോക്സിങ്, അതിനൊക്കെ ആയിട്ടുള്ള ഒരു ജിമ്മ് പോലത്തെ ഒരു ഏരിയ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ട്. ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, അതുപോലെ തന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു സമയത്ത് നോമ്പുതുറ, അതൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പം നെക്സ്റ്റ് വരുന്ന ഒരു കൺസേൺ എന്നുള്ളത് ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പം സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ തന്നെ പാരൻസിനാണെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന കുട്ടികൾക്ക് ഈ ക്ലൈമറ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് നമ്മൾക്ക് പറയാൻ പറ്റുന്ന? ക്ലൈമറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ ഒരു ക്ലൈമറ്റ് ആണ് വരുന്നത്. എല്ലാ സമയത്തും ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വരുന്ന ഒരു കൺട്രി അല്ല കിർഗിസ്ഥാൻ. അവിടെ മെയിനായിട്ട് ഹെവി സ്നോഫോളൊക്കെ വരുന്നത് ഒരു നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു സമയത്ത് മാത്രമാണ് സ്നോഫോളും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള തണുപ്പൊക്കെ വരുള്ളൂ. ആ സമയത്ത് കുട്ടികൾ അവിടെ നോർമലി സ്വെറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാത്ത സമയത്ത് നോർമൽ ക്ലൈമറ്റ് ആണ്. പകലൊക്കെ നമുക്ക് നോർമൽ ഡ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ അതിന് നടക്കാറുള്ളത്. പിന്നെ പാരൻസിന്റെ ഒരു മെയിൻ ടെൻഷനാണ് റാഗിങ് എന്നുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ക്യാമ്പസിൽ ഇപ്പം അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഇന്റർനാഷണൽ ക്യാമ്പസിൽ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് അവിടെയാണ് ഇന്ത്യൻ ക്യാമ്പസും ഇന്റർനാഷണൽ ക്യാമ്പസും വേറിട്ട് നിൽക്കുന്നത് അവിടെ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലാണ് ഈ റാഗിങ്ങും റേസിസും ഒക്കെ ഉള്ളൂ. ഈ ഒരു കൺട്രിയിൽ എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മളുടെ സ്റ്റുഡൻസിനൊന്നും അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ എന്ന് പറയുമ്പോൾ ഈ റാഗിങ്ങും റേസിസും ഒന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത ആൾക്കാർ അവിടുന്ന് ഡീപ്പോർട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സേഫ് ആണ് കുട്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ. ശരിക്കും നമ്മുടെ ഇന്ത്യൻ ക്യാമ്പസും ഇന്റർനാഷണൽ ക്യാമ്പസും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് നമുക്ക് ഇന്റർനാഷണൽ ക്യാമ്പസ് ആണ് പറയാൻ പറ്റുക. പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ യൂണിവേഴ്സിറ്റി എല്ലാ റെക്കഗ്നൈസേഷനുള്ള യൂണിവേഴ്സിറ്റി ആണോ, അതുപോലെ NMC ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ?
അതായത് ഈ കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് തന്നെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 100 ഇയേഴ്സോളം അതിനൊരു പഴക്കമുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് WHO, NMC, WFM ഇതിൻ്റെ എല്ലാം അക്രഡിറ്റേഷനും ഉള്ളതാണ്. അപ്പോൾ അവിടെ പഠിച്ച് പാസ്സായി വരുന്നൊരു കുട്ടിക്ക് നാട്ടിൽ FMG കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഈ FMGക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടോ? അതായത് സെക്കൻഡ് സെമസ്റ്റർ മുതൽ തന്നെ ഇവർക്ക് FMGക്കുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മംഗലാപുരത്തെ ക്യാമ്പസിൽ വെച്ചിട്ട് ഒരു 6 മന്ത് ട്രെയിനിങ്ങും ഈ ഒരു FMG പാസ്സാവാനായിട്ട് യനപ്പോയ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവും എന്നുള്ളതാണ് യനപ്പോയിൻ്റെ ഒരു ഗ്യാരണ്ടി.